നമസ്കാരം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ സവിശേഷതകളിലൊന്ന് അതിശക്തമായ ത്രികോണ മത്സരമാണ്. ജയപരാജയങ്ങൾ ആർക്കൊപ്പമായിരുന്നാലും NDA, LDF, UDF മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരിക്കുന്നു. BJPയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ത്രികോണ മത്സരം തന്നെയാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളത് എങ്കിലും ഇപ്പോഴത്തതുപോലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിച്ചിരുന്നില്ല അക്കാലത്ത് എന്ന് പറയേണ്ടി വരും. ഉത്തരഭാരതത്തിൽ വലിയൊരളവോളം മത്സരം ഏകപക്ഷീയമാണ്. BJPക്ക് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാദേശിക കക്ഷികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ത്രികോണ മത്സരം നടക്കുന്ന ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ എടുക്കുമ്പോഴും കേരളം ഒപ്പത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ്. BJPയുടെ മത്സരക്ഷമതയാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ കാരണമായി കാണാവുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നവയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ളവർ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. കേന്ദ്ര IT നൈപുണ്യ വികസന മന്ത്രി BJP നേതാവുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശശി തരൂറും ഏറ്റുമുട്ടുന്നൊരു മണ്ഡലം. ദേശീയ തലത്തിൽ CPI കോൺഗ്രസിൻ്റെ മുന്നണിയിലായതിനാൽ തന്നെ പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് രാഷ്ട്രീയമായ പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. വയനാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ ആനി രാജ മത്സരിക്കുന്നത് പോലെ അസംബന്ധമാണ് ഇവിടെ. തിരുവനന്തപുരം മണ്ഡലത്തിൽ മുൻകാലത്ത് UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ മാറി മാറി ജയിച്ചിട്ടുള്ളതാണ് എങ്കിലും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂർ തുടർച്ചയായി ജയിച്ചു പോരുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിന് മാറ്റം വരുമോ എന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യവും. ശശി തരൂരിൻ്റെ പോലും മാനസികാവസ്ഥ ഇതാണ് എന്ന് പറയാം. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോ വിദേശകാര്യമന്ത്രി S ജയശങ്കറോ മത്സരിച്ചേക്കാമെന്ന വാർത്തകൾ വന്നിരുന്നു. ഇരുവരും പലതവണ തിരുവനന്തപുരം സന്ദർശിച്ചത് ഈ ധാരണ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ് എന്ന് തരൂരിന് തോന്നിയത്. തിരുവനന്തപുരത്ത് മോദി തന്നെ മത്സരിച്ചാലും തനിക്ക് കുഴപ്പമില്ലെന്ന തരൂരിൻ്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിൻ്റെതായിരുന്നില്ല, ആശങ്കയുടേതായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സുരക്ഷിത മണ്ഡലമായ തിരുവനന്തപുരത്ത് അനായാസം ജയിച്ചു കയറാമെന്ന തരൂരിൻ്റെ മോഹത്തിന് മങ്ങലേറ്റു. രാജീവിൻ്റെ സ്ഥാനാർത്ഥിത്വം തരൂരിനൊരു ചെക്കായിരുന്നുവെങ്കിൽ രാജീവിൻ്റെ വൈദഗ്ധ്യവും രാഷ്ട്രീയവുമായുള്ള ട്രാക്ക് റെക്കോർഡും മറുനീക്കങ്ങൾക്ക് തരൂരിനെ അശക്തനാക്കി എന്നുള്ളതാണ്. വിദ്യാസമ്പന്നനായ മലയാളി എന്നതായിരുന്നു തരൂരിലെ ആകർഷകമായിട്ടുള്ള ഘടകമെന്ന് പറയപ്പെടുന്നത്. അഭ്യസ്ത വിദ്യയുടെ തട്ടകമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ പ്രതിച്ഛായ വിറ്റഴിക്കാൻ തരൂരിന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുത. എന്നാൽ രാജീവ് എതിരാളിയായി വന്നതോടെ ഇതിനുള്ള സാധ്യതയില്ലാതായി. വിദ്യാഭ്യാസ യോഗ്യതയിൽ തരൂരിനൊപ്പമാണ് രാജീവിൻ്റെ സ്ഥാനമെന്ന് പറയപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് ഉന്നത വിജയം നേടുകയും ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്റലിൽ ജോലി നേടുകയും ചെയ്ത പ്രതിഭാശാലിയാണ് രാജീവ്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും അദ്ദേഹത്തിന് നല്ലതുപോലെയുണ്ട്. അതിലുപരി നവീനമായ ഒരുപാട് ആശയങ്ങളും രാജീവിനെ വ്യത്യസ്തനാക്കുന്നു എന്ന് പറയേണ്ടി വരും. തരൂരിനെ അപേക്ഷിച്ച് രാജീവിന് വേറെയും അധിക യോഗ്യതകളുണ്ട്. ഒരു സംരംഭകൻ എന്നതാണ് അതിലൊന്ന്. ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ യൂണിക്കോൺ, അതായത് $100 കോടി മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള BPL മൊബൈലിൻ്റെ സ്ഥാപകനാണ്. കമ്പ്യൂട്ടർ ലോകത്ത് വർഷങ്ങളോളം ആധിപത്യം നിലനിർത്തിയിരുന്ന പെൻറ്റിയം ചിപ്പിൻ്റെ രൂപകൽപ്പനയിൽ പങ്കാളിയായിട്ടുള്ള ഒരേ ഒരു മലയാളി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷയ്ക്കായി രൂപം കൊണ്ട IT വിദഗ്ധരുടെ കൂട്ടായ്മയിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ടെക്നോക്രാറ്റ്. ലോകത്തെ വൻ കമ്പനികളിലൊന്നായിട്ടുള്ള ടെസ്സയുടെ സ്ഥാപകൻ ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ അടുത്ത സുഹൃത്ത്. ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചയ്ക്കൊപ്പം മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നദല്ലയ്ക്കൊപ്പം സ്ഥാനമുള്ള IT വിദഗ്ധൻ. ഇവയ്ക്ക് രാജീവിന് മാത്രം അവകാശപ്പെട്ടതും തരൂരിനെ നിഷ്പ്രഭനാക്കുന്നതുമായിട്ടുള്ള ബഹുമതികളും നേട്ടങ്ങളുമാണ്. UN അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ തരൂരിനുണ്ടായിരുന്ന വിശ്വപൗരൻ്റെ പരിവേഷം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ലാതായിരിക്കുന്നു. UN പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത ചില സേവനങ്ങളുടെ പേരിലാണല്ലോ തരൂർ കോൺഗ്രസിൻ്റെ നേതാവായത്. ഇതിൻ്റെ അണിയറ കഥകൾ ഒട്ടും അഭിമാനകരമല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി തരൂർ ഒരു ഷോമാനാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇതാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ജനസേവകൻ എന്ന നിലയ്ക്കുള്ള തരൂരിൻ്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ് എന്ന് പറയേണ്ടി വരും. 3 വട്ടം MP ആയിരുന്നിട്ടും സ്വന്തം മണ്ഡലത്തിൽ ചെയ്യാമായിരുന്ന ഒന്നും തരൂർ ചെയ്തില്ല. വാഗ്ദാനം ചെയ്തതൊക്കെ പ്രാവർത്തികമാക്കുവാനുള്ള സാവകാശം തരൂരിന് വേണ്ടുവോളം ലഭിച്ചതാണ്. പക്ഷേ മുൻഗണനകൾ മറ്റു ചിലതായ തരൂർ ഇക്കാര്യത്തിൽ ഒരു പരാജയമായിരുന്നു. ഒരു തവണ കൂടി തന്നെ വിജയിപ്പിക്കണമെന്ന് പറയുവാനുള്ള അർഹത തരൂരിനില്ല. കാരണം തരൂർ എത്ര തവണ തിരഞ്ഞെടുക്കപ്പെട്ടാലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത MP അല്ല രാജീവ് ചന്ദ്രശേഖർ, രാജ്യസഭാ MP ആണ്. എന്നിട്ടും
ജനപ്രതിനിധി എന്ന നിലയ്ക്കും ഭരണാധികാരി എന്ന നിലയ്ക്കും രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ നിരവധിയാണ്. രാജീവിൻ്റെ കീഴിലുള്ള നൈപുണ്യ വികസന മന്ത്രാലയം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികൾ നീക്കം ചെയ്യുവാനുള്ള നിയമനിർമ്മാണത്തിന് അതിനു പിന്നിൽ മുഖ്യമായും പ്രവർത്തിച്ചതും രാജീവ് ചന്ദ്രശേഖരൻ്റെ കരങ്ങളാണ്. കാർഗിൽ വിജയ് ദിവസ് ദേശീയ ആഘോഷമാക്കാനും സൈനികരുടെ വോട്ടവകാശത്തിനു വേണ്ടിയും വൺ മാൻ വൺ പെൻഷന് വേണ്ടിയും പോരാടിയ രാജ്യസ്നേഹിയുമാണ് രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച സൈനികരുടെ കുടുംബങ്ങൾക്കായുള്ള ഫങ്ഷൻസ് ഓഫ് ഓർഡറും ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള RC ഫൗണ്ടേഷനും രാജീവിൻ്റെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളിലൊന്നാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലം തരൂരിന് അവകാശപ്പെടാനുണ്ടോ? കേന്ദ്രമന്ത്രിയായിരിക്കെ IPL അഴിമതിയെ തുടർന്ന് തരൂരിന് രാജിവെക്കേണ്ടി വന്നതാണല്ലോ. ഭാര്യ സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പിന്നീട് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. പുതിയൊരു ലൈംഗിക പീഡന ആരോപണം കൂടി തരൂരിനെതിരെ വന്നിരിക്കുന്നു. ജനപ്രതിനിധിയായിരുന്ന 10 വർഷവും പരാജയമായിരുന്നിട്ടും 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും തരൂർ ജയിക്കാൻ കാരണമെന്താണ്? സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. കേന്ദ്രത്തിൽ അധികാരമാറ്റം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച ചില വിഭാഗങ്ങൾ സംഘടിതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം പക്ഷേ ഇപ്പോൾ ഇല്ല. തരൂരിനെ പോലൊരാൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് നേർവിപരീതമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ തിരുവനന്തപുരത്തിന് ഒരു MP മാത്രമല്ല ലഭിക്കുക, ഒരു കേന്ദ്രമന്ത്രിയെ കൂടിയാണ്. തിരുവനന്തപുരത്തെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുവാൻ അതിലൂടെ രാജീവിന് കഴിയുകയും ചെയ്യും. തരൂരിൻ്റെ വികസനം പ്രസംഗങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് രാജീവിനാണ്. 3 തവണ MP ആയിരുന്നിട്ടും ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾക്കായിട്ട് തരൂർ വീണ്ടും വോട്ട് ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ അപമര്യാദയാണല്ലോ എന്ന് പറയേണ്ടി വരും. തരൂർ ഒരു ഷോമാനാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രജ്ഞാമാറ്റീഷ്യൻസാണ്. തന്നെ ഒറ്റത്തവണ ജയിപ്പിച്ചാൽ മതിയെന്നും കാര്യങ്ങൾ നടപ്പാക്കി കാണിക്കുമെന്നും പറയുന്ന രാജീവിൽ തിരുവനന്തപുരത്തുകാർക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിക്കാം. മോദി സർക്കാരിൻ്റെ 3ാം ഊഴം ഉറപ്പാണെന്നിരിക്കെ തരൂരിന് വോട്ട് നൽകുന്നത് നിഷ്ഫലവും രാജീവിനെ ജയിപ്പിക്കുന്നത് പ്രയോജനകരവുമാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നുകൂടി പറയട്ടെ. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന് മോദി സർക്കാർ നൽകിയതും തുടങ്ങിവെച്ചതുമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ ജനങ്ങൾ രാജീവിൻ്റെ വിജയം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുകൂടി പറയേണ്ടി വരുന്നു. നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി ആരെത്തിയാലും തൻ്റെ നില അസ്ഥിരപ്പെടുത്തുമെന്ന് തരൂരിന് വളരെ കൃത്യമായി മനസ്സിലായിരുന്നു. ഇതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നടി ശോഭന NDA സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ചാടിക്കയറി തരൂരെന്ന് നിഷേധിച്ചതും. എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ വന്നത് തരൂരിനെ പരിഭ്രാന്തനാക്കിയെങ്കിലും രാജീവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തരൂർ നടത്തിയത് ഇതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഇത് ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. രാജീവിൻ്റെ പരാതിയെ തുടർന്ന് പരാമർശങ്ങൾ പിൻവലിക്കേണ്ടി വന്നത് തരൂരിന് തിരിച്ചടിയാവുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരിനും കോൺഗ്രസിനും വിജയപ്രതീക്ഷയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടെ ഇതിന് മാറ്റം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തരൂരോ രാജീവോ എന്ന നിലയിലേക്ക് സ്ഥിതിഗതികൾ മാറി. പ്രചാരണം മുന്നേറിയപ്പോൾ രാജീവ് വ്യക്തമായ മേൽക്കൈ നേടുന്നതാണ് നമ്മൾ കണ്ടത്. തരൂരോ രാജീവോ എന്നാണ് അനിശ്ചിതാവസ്ഥ നീങ്ങുകയും രാജീവാണ് ലോക്സഭയിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് വോട്ടർമാർ എത്തിച്ചേരാനാണ് എല്ലാ സാധ്യതയും എന്ന് പറയേണ്ടി വരും. കാലം കടന്നു പോകുമ്പോൾ 15 വർഷത്തെ നേട്ടങ്ങൾ എടുത്തു പറയുവാനില്ലാതെ വീണ്ടും വോട്ട് പിടിക്കുവാനെത്തുന്ന ശശി തരൂരിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുമ്പോഴും അതിലൊരു അപമര്യാദയില്ലേ എന്നൊരു ചോദ്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് തിരുവനന്തപുരത്തുകാർ തന്നെയാണ്. അവരുടെ മനസ്സിനിണങ്ങുന്ന നേതാവിനെ, കയ്യെത്തും ദൂരത്തുള്ള നേതാവിനെ, തൊട്ടറിയാൻ കഴിയുന്ന നേതാവിനെ, തിരിച്ചറിയുന്ന നേതാവിനെ, ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന നേതാവിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ അവസരം ഉപയോഗിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തുന്ന BJPയുടെ പ്രക്രിയകൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞത്. ഈ ഓളത്തിൽ അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വരേണ്ടി വരില്ല എന്നുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഏപ്രിൽ 26 നടക്കുന്ന കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് അനന്തപുരിക്കാർ നൽകുന്ന സമ്മാനമായിരിക്കും ഈ ലോക്സഭാ സീറ്റ് എന്ന് പറയേണ്ടി വരും.